കേരളത്തിലെ 14 ജില്ലകളിലായി മാതൃകാ ഭിന്നശേഷി ഭവനങ്ങൾ സമ്മാനിക്കാനൊരുങ്ങി ഡിഫറൻറ്റ് ആർട്സ് സെന്റർ. 14 ജില്ലകളിലായി നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ മാതൃക ജൂൺ 19 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രസ് മീറ്റിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഭരണാധികാരി അടൂർ ഗോപാലകൃഷ്ണൻ, ചെയർമാൻ ജിജി തോംസൺ, ഡയറക്ടർ അഡ്വക്കേറ്റ് ഹരിരാജ്, എഞ്ചിനീയർ മനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് അനാച്ഛാദനം ചെയ്തു. മോഡൽ ഓഫ് ആക്സസിബിലിറ്റി ഗേറ്റ്വേസ് ഫോർ ഇൻക്ലൂസീവ് കേരള അഥവാ മാജിക് ഹോംസ് എന്ന പേരിലാണ് ഈ പദ്ധതി. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഒന്നോ അതിലധികമോ ഭിന്നശേഷിക്കാരായ മക്കളുള്ള കുടുംബത്തിനാണ് വീട് എന്ന സ്വപ്നം സാക്ഷാത്കാരമാകുന്നത്. ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും സ്ഥലവും വീടും ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഇന്ത്യയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ജില്ലയിലും ഓരോ വീട് വെച്ച് തുടക്കം കുറിക്കുകയാണ്. ഇതൊരു വലിയ മാറ്റത്തിന് കാഹളമുഹൂർത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജില്ലയിൽ ഒരു വീട് വീതം 14 വീടുകളാണ് നിർമ്മിക്കുന്നത്. വീട് എന്നതിലുപരി മറ്റുള്ളവർക്കും അനുകരിക്കാവുന്ന മാതൃകാ ഭിന്നശേഷി ഭവനങ്ങൾ എന്ന ആശയത്തിനാണ് മുൻഗണന. ഓരോ ഭിന്നശേഷിക്കും അനുസൃതമായ രീതിയിൽ എല്ലാ നൂതന സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 14 വീടും വ്യത്യസ്ത മാതൃകകളിലാണ് നിർമ്മിക്കുക. വീടിന്റെ പ്രത്യേകത ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലെ പോലെ ഓരോ തരത്തിലുള്ള ഡിസബിലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലയിൽ ഒരു വീട് വീതം. അപ്പോൾ ഈ വീട് സെർബൽ പാൾസി ഉള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് അനുസൃതമായിട്ടുള്ളൊരു വീട്, ലോക്കോമോട്ടോ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് അനുസൃതമായിട്ടുള്ള വീടുകൾ, വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള വീടുകൾ, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ തരത്തിലുള്ള വീടുകൾ. ഇങ്ങനെ ഇതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ വീടുകൾ നിർമ്മിക്കുന്ന രീതിയല്ല, നേരെ മറിച്ച് ഭിന്നശേഷി സൗഹൃദമായ ഭവനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ മാജിക് ഹോംസിൻ്റെ പ്രത്യേകത. ഇതിന് സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഇതിനെക്കൂടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ വീട് നൽകുക എന്നുള്ളതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്തരം NGOസിന് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു മോഡലായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 കോടി രൂപ ചിലവഴിച്ചു ചെയ്യുന്ന ഈ പദ്ധതി 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായേക്കും. തികച്ചും അർഹരായവരുടെ കൈകളിലേക്ക് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ഈ സമ്മാനം എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.